ഇങ്ങനെ KGF-ലോട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? KGF വളരെ കുറച്ച് ആളുകളിൽ ഒരാളായിരിക്കും. ഇങ്ങനെ KGF-ലോട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? KGF-ലേക്ക് പെട്ടെന്ന് വന്നൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. അത്രയും ആളുകൾ കണ്ട അത്രയും ഹ്യൂജ് ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലോട്ട് എത്തിപ്പെട്ട ആ ഒരു ജേർണി അത് എങ്ങനെയാണ് അതോട്ട് വന്നതെന്ന്? എന്റെ വളരെ ചെറുപ്പം തൊട്ടുള്ള ഒരു ഫ്രണ്ടാണ് സാം സൈമൺ ജോർജ് എന്നിട്ട് മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിക്ക് രവി സാറിനെ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ രവി സാർ മലയാളം വേർഷനിലേക്ക് സിംഗറിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ സാമിന് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിന്റെ പാട്ടുകൾ ആപ്റ്റാൻ തോന്നിയ കുറച്ച് ആൾക്കാരുടെ വോയിസ് അയച്ചു കൊടുത്തു. അതിൽ നിന്നാണ് സാറ് സെലക്ട് ചെയ്തത്. അത് പെട്ടെന്ന് അങ്ങനെ ഭാവിച്ചു. എന്തോ എനിക്ക് തോന്നുന്നു നമുക്ക് വെച്ചിരുന്നതാണ് ആ പാട്ട്. സോ നമ്മുടെ എന്തെങ്കിലും വരാന്നൊക്കെ പറയില്ലേ, അപ്പം നമ്മുടെ വോയിസിൽ വരാന്നുള്ളതായിരുന്നു അതിന്റെ ഒരു അങ്ങനെ വന്ന് ഭവിച്ചതാണ്. ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതാണ്. പിറ്റേന്ന് ചെന്നു മാംഗ്ലൂർ രവി സാറിന്റെ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ് ഒക്കെ. ചിന്തിച്ച് ടെൻഷൻ അടിക്കാനുള്ള സമയം പോലും ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ലെ ഇല്ല, ടെൻഷൻ സത്യം പറഞ്ഞ ഞാൻ ഇതിന്റെ ഒരു ഭാരം എന്റെ തലയിൽ ഉണ്ടായില്ല. ഇത്ര വലിയ മൂവിയാണ് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ബിക്കോസ് ഞാൻ ആ സമയത്ത് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല. ഇല്ല, സീരിയസ്ലി. ഓക്കെ, ഫസ്റ്റ് പാർട്ട് KGF-ന്റെ ഫസ്റ്റ് പാർട്ട് വളരെ കുറച്ച് ആളുകളിൽ ഒരാളായിരിക്കും. അല്ല, നിങ്ങൾ കാണുന്നത് KGF 2 വരുന്നതിനും ഒരു 1.5 വർഷം മുൻപാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. ഓക്കെ, അത് കോവിഡിന്റെ പീക്ക് ടൈമിലാണ്. നല്ല റിസ്ക് ഉള്ള സമയത്തായിരുന്നു. അന്ന് ഞാൻ ഈ മൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ഏതാണെന്ന് സത്യം പറഞ്ഞാൽ അറിയാം. അത് ഒരു കണക്കിന് എനിക്ക് നന്നായി വന്നു എന്ന് ഞാൻ പറയും. ബിക്കോസ് ഞാൻ ഒരു കാര്യത്തിന്റെ ഒരു ഭയങ്കരമായ ഭീകരം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വലിയൊരു ബാനറാണ്. അതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ ആവുന്ന ഒരാളാണ്. ടെൻസ്ഡ് ആവും. ഞാൻ ടെൻഷനുള്ള ആളാണ്. വളരെ ടെൻസ്ഡ് ആവുന്ന ആളാണ്. ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടാറില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ അങ്ങ് പോയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. അപ്പൊ അതൊരു ഭാഗ്യമായിരുന്നു വേണമെങ്കിൽ. ഈ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടുള്ള കൊമേഴ്ഷ്യൽ പാട്ട് KGF-ലെ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ ചെറിയ പടങ്ങൾ പാടിയിട്ടുണ്ട് അതിനു മുമ്പ്. ഫസ്റ്റ് മൂവി സ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. സാറിനോട് ഒരു ഡിബേറ്റ് ആയിരുന്നു. അതും ഇങ്ങനെ തന്നെ പെട്ടെന്ന് വന്ന് ഭവിച്ചതാണ്. സാറിനോട് ഡിബേറ്റ് ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതൊരു ദൈവാനുഗ്രഹം പോലെ. പണ്ട് എന്താ പറയാ, എന്റെ ഒരു അങ്കിള് പറഞ്ഞിട്ടുണ്ട്, ഒരു നാളവള് ദാസാറിനോട് പാടും, അത് എഴുതി വെച്ചോന്ന് പറഞ്ഞു. അന്ന് ഞാൻ കുഞ്ഞാ. അപ്പൊ ഞങ്ങളൊക്കെ തമാശയായിട്ട് എടുത്തു ആ കാര്യം. പക്ഷെ ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പുള്ളിനെ ഓർക്കുകയും അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പറഞ്ഞ ഒരു ഡിസ്റ്റന്റ് ഫാമിലി ഫ്രണ്ടാണ്. അപ്പം കോണ്ടാക്ട് ഉള്ള ആളായിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിന്റെ പുറകില്. അത് ഞാൻ പറഞ്ഞ ഓരോ പോയിന്റും ഓരോ മൊമെന്റും നമ്മൾ എപ്പോഴൊക്കെ ആഗ്രഹിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ സംഭവിക്കുകയായിരുന്നു ജീവിതത്തില്. ദാസാറിന്റെ കൂടെ പാടിയ മൂമെന്റ് ആണ് അല്ലെങ്കിൽ KGF-ന്റെ ഒരു ഹ്യൂജ് സക്സസ് ആണ്? ഏതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിട്ട് തോന്നുന്നത്? ഏതാണ്? ബിക്കോസ് ദാസാറിന്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു ലെജൻഡ് ആണ്. നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല. ഇനി ആർക്കും ചിന്തിക്കാൻ പറ്റില്ല സാറിനോട് ഒരു ഡിബേറ്റ് എന്നൊക്കെ. അങ്ങനെ ഒരു ഭാഗ്യം ശരിക്കും ഭാഗ്യം തന്നെയാണ്. ഞാനിങ്ങനെ സ്റ്റക്കായി പോയി കേൾക്കുമ്പം. മ്യൂസിക് ഡയറക്ടർ സാം കടമനിട്ട് അദ്ദേഹം എന്റെ സോളോ വേർഷൻ ആയിരുന്നു ആദ്യം എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഡിബേറ്റ് ആയെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വേറൊരു സോങ് റെക്കോർഡ് ചെയ്യാൻ സാം ചേട്ടൻ സ്റ്റുഡിയോയിൽ പോയപ്പം ദാസാറിന്റെ വോയിസ് എടുത്തിട്ടുണ്ട്, കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് പ്ലേ ചെയ്യുന്ന ഈ പാട്ട് ഞാനിങ്ങനെ സ്റ്റക്കായി ഇരുന്ന് പോയി. അപ്പം ബാക്കിയായിട്ട് എന്റെ വോയിസ് വരുന്നു. അതൊരു വല്ലാത്ത മൊമെന്റ് ആയിരുന്നു. KGF-ൽ എന്ന് പറഞ്ഞാൽ അത് ഇത്രയും പേര് നോക്കിയിരിക്കുന്നു. ഇങ്ങനെ ഒരു വലിയൊരു ബാനറിൽ എന്റെ വോയിസിൽ ഇറങ്ങുന്നു. അതുപോലെ മൂവിയിലെ ഒരു ക്രൂഷ്യൽ പോയിന്റിലാണ് ഈ പാട്ട് വരുന്നത്. അതൊക്കെ ഞാൻ ഇരുന്ന് കരഞ്ഞു സത്യം പറഞ്ഞു. അത്രയും മദർലി അഫെക്ഷൻ ഒക്കെ ഉള്ള ഒരു സോങ് ആണ്. അമ്മയായി പിന്നെയാണ് അതിന്റെ കുറച്ച് പോർഷൻ പാടി. അപ്പൊ അത് മോർ കണക്ട് ആയി. അതെ. അപ്പം എങ്ങനെയാണ് ഈ വർക്ക് ലൈഫും അല്ലെങ്കിൽ ഈ ഫാമിലി ലൈഫ്, അത് എല്ലാരും ചോദിക്കുന്ന ക്ലേശ ചോദ്യം തന്നെയാണ്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കുറച്ച് പാടാണ്. പക്ഷെ നമ്മൾ നോക്കി രണ്ടും നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണല്ലോ. ഒന്ന് നമ്മുടെ മോള് ഫാമിലി എന്നൊക്കെ പറയുന്നത് അത്രയും എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അതുപോലെ മ്യൂസിക്കും. ഇതിൽ ഏതാന്ന് ചോദിച്ചാൽ പോലും അറിയില്ല, അത്രയും എനിക്ക് ഭയങ്കര ഒരു ഇതാണ് രണ്ടും. ഇതിൽ ഏത് കുറഞ്ഞു പോയാലും ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും ഞാൻ. സോ അതിനോടുള്ള രണ്ടിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോകുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഈ KGF കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഗ്യാപ്പ് അങ്ങനെ വന്നിട്ടില്ല. പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ KGF പോലുള്ള ഒരു വിസിബിലിറ്റിയിലേക്ക് വന്നിട്ടില്ല. അതൊക്കെ എപ്പോഴും അങ്ങനെ സംഭവിക്കില്ല. അത്രയും വലിയൊരു ബാനറാണ്. സോ അതുകൊണ്ട് തന്നെ ഐ എം വെയിറ്റിംഗ്. നമുക്ക് ഗ്രാജുവലി അതിലേക്ക് എത്താൻ പറ്റും. സോ പയ്യെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫേർട്സ് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു പോയിന്റിൽ സംഭവിക്കുക. ഒരു കാലത്ത് ആരാധിച്ചിരുന്ന മനുഷ്യരുടെ ഒപ്പം ഒരു പാടിയിട്ട് അതേപോലെ തന്നെ ആ ഒരു ലെവലിലോട്ടൊരു എത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ളവരുടെ ആരാധന പാത്രമാകാൻ കഴിയുമ്പോൾ ഉള്ള ഫീൽ എന്താണ്?
ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പവർഫുൾ എനർജറ്റിക് സോങ് പാടാൻ പറ്റുമോ? പിന്നെന്താ, ശരി.